ഡോക്ടർ, നമുക്ക് ഈ മുട്ടിലെ ലിഗമെന്റ് സർജറി കഴിഞ്ഞ ശേഷം ഉള്ള റീഹാബ് എത്രത്തോളം ടൈം എടുക്കുന്നതായിരിക്കും? എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അറിഞ്ഞിരിക്കേണ്ടത്? ഈ എല്ലാ ലിഗമെന്റ്സും ബേസിക്കലി സർജിക്കൽ ഓപ്ഷൻസ് വരേണ്ട ആവശ്യമില്ല. ചിലത് സംടൈംസ് സ്പ്രെയിൻസ് ആയിരിക്കാം. അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു ഷോർട്ട് റീഹാബ് ടൈമാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ലിഗമെൻറ്റ് സ്പ്രെയിൻ അടിക്കുകയാണെങ്കിൽ അതിന് മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഷോർട്ട് കോഴ്സിൽ പ്രിഫറബിളി മേ ബി ഒരു 6 വീക്സിനകത്തൊക്കെ പേഴ്സണിന് ശരിച്ച് ആക്ടിവിറ്റി ലെവൽസിലേക്കൊക്കെ തിരിച്ചു പോകാൻ പറ്റും. സർജറി കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ, ഇപ്പം മുട്ടിനകത്തുള്ള ലിഗമെൻറ്റ് സർജറി കഴിഞ്ഞിട്ടുള്ള പേഷ്യൻ്റൊക്കെ ആണെങ്കിൽ യൂഷ്വലി റീഹാബ് പാറ്റേൺ 3 ഫേസിലാണ് അത് കൂടുതലും ഉണ്ടാകുന്നത്. ഫസ്റ്റ് ഫേസ് മൂവ്മെൻറ്റ്സ് ഗെയിനിങ് കംപ്ലീറ്റ് ആയിട്ട് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഫേസിനകത്ത് കൂടുതലും സ്ട്രെങ്ത് ബിൽഡ് ചെയ്ത് പോകുന്നതാണ്. ആൻഡ് മൂന്നാമത്തെ ഫേസിനകത്ത് പ്ലയോമെട്രിക്സോ ന്യൂറോ മസ്കുലർ കോർഡിനേഷൻ ബിൽഡ് ചെയ്ത് പോകാം. അപ്പോൾ ഈ 3 ഫേസിൽ കൂടെ വേണം അത് കൺട്രോൾ ചെയ്ത് പോകാൻ. അപ്പം അതിനകത്ത് ഇപ്പം ഒരു സ്പോർട്സും കളിക്കാത്ത ഒരാൾക്കാരൊക്കെ ആണെങ്കിൽ കൂടുതലും അവർ ഒരു ഫസ്റ്റ് ഫേസ് ആൻഡ് സെക്കൻഡ് ഫേസ് ആൻഡ് അവരുടെ റീഹാബ് മേ ബി ഒരു 2-3 months ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ദേ ആർ ഡൺ വിത്ത് ഇറ്റ്. പക്ഷേ സ്പോർട്സ് കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കൊരു എക്സ്റ്റൻഡ് റീഹാബ് പ്രോഗ്രാം ചെയ്യണം. സോ യൂഷ്വലി ഇപ്പോഴത്തെ ഒരു ഇൻ്റർനാഷണൽ പ്രോട്ടോക്കോൾ പറയുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ ബാക്ക് ടു സ്പോർട്സ് ഒരു ലിഗമെൻറ്റ് ഇഞ്ചറി സർജറി കഴിഞ്ഞാൽ ഇസ് അബൌട്ട് 9 months, 9 മാസം കഴിഞ്ഞിട്ടാണ് പറയുന്നത്. അതിപ്പോൾ ലിഗമെൻ്റ് ആവാം, മെനിസ്കസ് സർജറി ആവാം. അപ്പം അതിനകത്ത് ഈ ഫസ്റ്റ് 6 monthsനകത്ത് ബേസിക്കലി സ്ട്രെങ്ത് ബിൽഡ് ചെയ്തിട്ട് 6 months കഴിയുമ്പോഴത്തേക്ക് ഈ ന്യൂറോ മസ്കുലർ കോർഡിനേഷൻ്റെ ട്രെയിനിങ്സ് കൂടുതലും നമ്മൾ നേരത്തെ തുടങ്ങും ഇൻ ഫേസസ്. പക്ഷേ ഈ 6 months 9 monthsനകത്ത് കൂടുതൽ ഫോക്കസ് അതിലായിരിക്കും. സോ ദാറ്റ് ബ്രെയിൻ മനസ്സിലാക്കണം, അതായത് ഇങ്ങനത്തെ ഒരു ഇഞ്ചുറിയിൽ നിന്ന് റിക്കവർ ചെയ്തിട്ടുണ്ട്, ആ ഇഞ്ചുറി നമുക്ക് തിരിച്ച് പഴയതുപോലെ ആക്ടിവിറ്റീസിലൊക്കെ തിരിച്ച് പോകാൻ പറ്റും എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ ഈ സ്പോർട്സ് സ്പെസിഫിക് ആയിട്ടുള്ള നമ്മൾ എക്സസൈസസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നിങ്ങളൊരു തെറാപ്പിസ്റ്റോ അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ഫിസിയോ ആരെങ്കിലും ഒരാളെ വെച്ചിട്ട് നമുക്കത് ചെയ്ത് പോകാമെന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ആൻഡ് ആഫ്റ്റർ 9 months യൂഷ്വലി വി അലൗ പേഷ്യൻസ് ടു ഗോ ടു ദ ജിം. അവരുടെ നോർമൽ ആക്ടിവിറ്റീസിന് വർക്ക് ചെയ്യാനും വർക്കൗട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. ബാക്ക് ടു സ്പോർട്സ്. സോ റിലേറ്റീവ്ലി റീഹാബ് നന്നായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരിൽ റിസൾട്ട്സ് എക്സലൻ്റ് ആണ്. ഇപ്പോൾ റീഹാബ് ബേസിക്കലി കറക്റ്റായിട്ട് ഫോളോ ചെയ്യാത്ത ആൾക്കാരിലാണ് ഈ പലപ്പോഴും പ്രശ്നങ്ങൾ കൂടുതലും വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് ഈ ഒരു മുട്ടിൻ്റെ സർജറി ചെയ്ത് കഴിയുമ്പം ആദ്യം ഒരു എക്സ്റ്റൻഷൻ ഗെയിൻ ചെയ്യേണ്ട ഒരു സമയമൊക്കെ, കാല് ഫുള്ളായിട്ട് നീട്ടി നിവർത്തിയിരിക്കേണ്ട സമയമൊക്കെ, അത് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ ഇതെപ്പോഴും ഒരു ലാഗായിട്ട് എപ്പോഴും ഇങ്ങനെ കിടക്കും. ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ടു കറക്റ്റ്. ഫ്ലെക്ഷൻ, മുട്ടിൻ്റെ മടക്ക് എപ്പോഴും നമുക്ക് മൂവ്മെൻറ്റ്സ് കിട്ടും, എക്സ്റ്റൻഷൻ്റെ മൂവ്മെൻ്റ് ആണ് കിട്ടാൻ ബുദ്ധിമുട്ട്. അപ്പോൾ അത് എക്സസൈസിൽ കൂടെ തന്നെ നമുക്ക് ഫുൾ എക്സ്റ്റൻഷൻ ആ ഇനിഷ്യൽ സമയത്ത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള റീഹാബൊക്കെ ഭയങ്കര സ്മൂത്തായി. സോ സ്ട്രെങ്ത് ആക്ടിവിറ്റീസ് ആണ് മെയിൻ. സോ റീഹാബ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ACL സർജറി. അതായത് ഇപ്പോൾ ലിഗമെൻറ്റ് സർജറി ആണെങ്കിലും എന്താണെങ്കിലും റീഹാബ് ഒരു വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു ഫുൾ റിക്കവറി കംപ്ലീറ്റ് ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റൂ.